ഹായ്, ശരത്താണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മൾട്ടിബാഗറിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു സ്റ്റോക്കാണ് ബ്ലാക്ക് ബക്ക് എന്ന് പറയുന്നത്. സിംഗ ലോജിസ്റ്റിക്സ് എന്നായിരുന്നു അവർ നേരത്തെ ഉള്ള പേര്. അതിൻ്റെ ബിസിനസ് അനാലിസിസ് ആണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ്. ഞാൻ പരമാവധി സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. ഈ ബ്ലാക്ക് ബക്ക് എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോം ബിസിനസ്സാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഒരു OLX അല്ലെങ്കിൽ സൊമാറ്റോ ഒക്കെ പോലെ നമുക്ക് കാണാം. പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ ലോജിസ്റ്റിക്സ് സ്പേസിലാണ്. ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്നത് വെച്ചാൽ ഒന്നുകിൽ ഷിപ്പിൽ കാർഗോ ചെയ്യുക, അല്ലെങ്കിൽ എയർ കാർഗോ, അതല്ലെങ്കിൽ റെയിൽ, പിന്നീട് വരുന്ന റോഡ്. ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന റോഡ് കാർഗോയിലാണ്. അതായത് ട്രക്കേഴ്സുമായിട്ടാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള കണക്ഷൻ. ട്രക്കേഴ്സിനെ അതേപോലെ തന്നെ ഷിപ്പേഴ്സിനെ, അതായത് കോർപ്പറേറ്റ് കമ്പനികളെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിസിനസ്സുകൾക്ക് അവരുടെ പ്രൊഡക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ട്രക്കേഴ്സിനെ ഇവരുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് ഇവർക്ക് കണക്ട് ചെയ്യാം. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ പറഞ്ഞ ബിസിനസ്സുകളെയും ട്രക്കുകളെയും തമ്മിൽ കണക്ട് ചെയ്യുക, അവർ ഈ ലോജിസ്റ്റിക്കൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി മെയിനായിട്ട് വരുന്ന ബിസിനസ്സുകളെല്ലാം ട്രക്കേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ്. രണ്ടാമതെന്ന് പറയുന്നത് ടോളിംഗ് ബിസിനസ്സാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫാസ്റ്റാഗാണ്. ട്രക്കേഴ്സിൻ്റെ ഫാസ്റ്റാഗും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഇവരുടെ ആപ്പ് ത്രൂ ഇവർക്ക് ചെയ്യാവുന്നതാണ്. ഈ ടോളിംഗ് ബിസിനസ്സിൽ തന്നെ എന്ന് പറഞ്ഞാൽ അത് ട്രക്കേഴ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഈ ടോളിൻ്റെ കാര്യങ്ങളല്ല, ഇത് 2019 ഇവർ ഈ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവരുടെ ആപ്പ് ത്രൂ ആയിട്ട്. അന്നെന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ഇന്റർനെറ്റും കാര്യങ്ങളൊന്നും എല്ലാവരും യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടില്ല. അതേപോലെ തന്നെ ട്രക്ക് ഡ്രൈവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതേപോലെ തന്നെ ടെക്നോളജി ആയിട്ട് അത്രയും അഡാപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല. 2019-20 കാലഘട്ടത്തിൽ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് ഡയറക്റ്റ് ആൾക്കാരെല്ലാം ടോൾ പ്ലാസയിൽ ഡയറക്റ്റ് പേയ്മെന്റ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ അവിടെ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് മുഴുവൻ ഈ ഓൺലൈനാക്കി മാറ്റുകയും ഈ സമയത്ത് ഈ ട്രക്ക് ഓണേഴ്സിന് ഒരുപാട് എമൗണ്ട് ഇതിനകത്ത് സേവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇവർ ലോറി ഡ്രൈവർമാരുടെ കയ്യിലാണ് ഈ ഓണേഴ്സ് പേയ്മെന്റ് കൊടുത്തിട്ട് ഇവർ എല്ലാ ടോൾ പ്ലാസകളിലും ഈ പേയ്മെന്റ് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തെന്ന് വെച്ചാൽ ഇവർക്ക് ഒരുപാട് ക്യാഷിന് നഷ്ടം വരാനുള്ള സാധ്യത കൂടുതലായിരുന്നു. കാരണം വെച്ചാൽ എല്ലാവരും ഈ രീതിയായി, കാരണം ഇന്ത്യ മുഴുവനുള്ള ആൾക്കാരെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓണേഴ്സ് എന്തായാലും ഈ പേയ്മെന്റ് ചെയ്യാനുള്ള പൈസ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ പലരും ചിലപ്പോൾ ഈ ടോൾ റോഡ് എടുക്കാതെ വേറെ റോഡുകളിൽ കൂടെ ആയിരിക്കും പോകുന്നത്. എന്നിട്ട് ഈ ടോൾ പ്ലാസിൽ കൊടുക്കേണ്ട എമൗണ്ട് ഇവരുടെ കയ്യിൽ കീപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചാൽ ഒന്ന് ഈ ലോറിക്ക് എടുക്കുന്ന സമയം കൂടും. അതേപോലെ തന്നെ ഇവരുടെ വണ്ടിക്ക് ഡാമേജും കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. ലോറിക്ക് ഇങ്ങനെ സമയം എടുക്കുന്നതോറും ഇവർക്ക് അടുത്തൊരു ബിസിനസ് കിട്ടാനായിട്ട്, അടുത്ത തിരിച്ചൊരു ഓട്ടം കിട്ടാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ബിസിനസ് ഓണേഴ്സിന്, ഈ ലോറി ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ അവർക്ക് വരുന്ന ഒരുപാട് ലോസ് കുറയ്ക്കാനായിട്ട് അതിൽ നിന്ന് പറ്റും. അതിനുശേഷം ഇവർ ചെയ്യുന്ന രണ്ടാമത്തെ ബിസിനസ് എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ട്രാക്കിംഗ് ആണ്. വെഹിക്കിൾ ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ GPS ട്രാക്കിംഗ്. ഇപ്പം കുറേ സ്റ്റേറ്റുകളിൽ നിർബന്ധമായിട്ടുണ്ട്. പക്ഷേ എല്ലാ സ്റ്റേറ്റുകളിലും അത് നിർബന്ധമല്ല. ഇവർ ഈ ട്രാക്കിംഗ് ചെയ്യുന്നതുകൊണ്ട് ഓണേഴ്സിന് ഇതേപോലെ കാര്യങ്ങളുണ്ട്. ഈ ട്രക്കുകളൊക്കെ ഏത് വഴിയാണ് പോകുന്നത്, ഇത് കൃത്യമായിട്ടാണ് പോകുന്നത്, ഇത് കൂടുതൽ സമയം എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ടോൾ പ്ലാസ ത്രൂ ആണല്ലോ ടോൾ കൊടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ ടോൾ പ്ലാസ ഒഴിവാക്കിയിട്ട് നമുക്കൊരു 80 km/h വരെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ടോൾ പ്ലാസ മാറ്റാൻ പോവാണ്. അതല്ലാതെ അതിന് മുമ്പേ NHA പറയുന്നുണ്ട് ഒരു വർഷമായിട്ട്, അതായത് ഈ ടോൾ പ്ലാസകൾ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ എത്രയാണോ ട്രാവൽ ചെയ്യുന്നത് ആ ട്രാവൽ ചെയ്യുന്നതിന് മാത്രം ടോൾ കൊടുത്താൽ മതി എന്നുള്ള കാര്യം. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഇത്രയും ഈ ട്രക്കുകളെല്ലാം പോകുന്ന ഈ ഡേറ്റ മുഴുവൻ ഇവരിലുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ പറഞ്ഞ പോലെ ഈ ട്രക്കുകൾക്കൊക്കെ കൃത്യമായിട്ട് ടോൾ കുറച്ചുകൊണ്ട് സെയിം ടൈമിൽ നല്ല റോഡുകൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ രീതിയിൽ ട്രക്കേഴ്സിന് ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ക്യാഷ് സേവ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു സമയത്ത് ആ ഒരു രീതിയിലേക്ക് ടോൾ പ്ലാസകൾ മാറുമ്പോഴത്തേക്കും ഈ ബിസിനസ്സിൽ കുറച്ചുകൂടെ ഗ്രോത്ത് വരാൻ സാധ്യതയുണ്ട് ആ ഒരു സൈഡിൽ. പിന്നീട് അടുത്തതെന്ന് പറഞ്ഞാൽ ഇവർ 2-3 ക്വാർട്ടർ മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഫ്യൂവൽ സെൻസേഴ്സ് എന്ന് പറയും. അതായത് വണ്ടിയിൽ എത്ര ഡീസൽ അടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓണറിന് ആപ്പ് ത്രൂ, ഇതെല്ലാം ആപ്പിൽ കൂടെ അറിയാൻ പറ്റുന്ന കാര്യമാണ്. ഇതിന്റെ പേയ്മെന്റ്, ഇപ്പോൾ ഡീസൽ അടിക്കുമ്പോഴുള്ള പേയ്മെന്റും ഓണേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഫ്യൂവൽ കാർഡുകളും ഇവർ കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ഓണേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ പമ്പുകളുമായിട്ട് ടൈപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നേരിട്ട് തന്നെ അവർക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനകത്ത് എത്ര ഡീസൽ കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം, ടാങ്കിൽ എത്ര കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള ലീക്കേജ് ഇവർക്ക് തടയാനായിട്ട് പറ്റും. അതിനകത്തും ഈ പറഞ്ഞ പോലെ മാനിപ്പുലേഷൻസ് നടക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലമായിരുന്നു. ഒന്ന് പെട്രോൾ പമ്പിൽ നിന്ന് അങ്ങനെ സംഭവിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ഡ്രൈവേഴ്സിന് തന്നെ ചിലപ്പോൾ ആ രീതിയിൽ സംഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ആ രീതിയിലും ഈ ട്രക്ക് ഓണേഴ്സിന് ഒരുപാട് കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട്, അതായത് ഇപ്പം നമ്മൾ പറയുന്ന 1-2 ട്രക്കല്ല, 5, 10, 20 ട്രക്കല്ല, 20, 30, 40 ട്രക്കുള്ള ആൾക്കാർക്ക് ഇത്രയും ട്രക്കുകൾ ഒരുമിച്ച് ട്രാക്ക് ചെയ്യാന്ന് പറയുന്നത് നേരത്തെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കൃത്യമായിട്ട് അവർക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഇത് പോകുന്ന ട്രാക്ക് ഏത് വഴിയാണ് പോകുന്നത് എന്നുള്ള കാര്യം അറിയാൻ പറ്റും, എത്ര സമയം എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയാൻ പറ്റും. ഇത് അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ഒരു ട്രക്ക് ഇപ്പം UP-യിലേക്ക് പോയി അല്ലെങ്കിൽ ബീഹാറിലേക്ക് പോയി എന്ന് വിചാരിക്കുക. അവർക്ക് തിരിച്ചു വരണമെങ്കിൽ അവിടെ ചെന്നതിന് ശേഷം അവിടെയുള്ള ഏജന്റുമാരുടെ അടുക്കൽ അവർ വെയിറ്റ് ചെയ്തിരിക്കും ഇങ്ങോട്ട് അല്ലെങ്കിൽ ഈ ഒരു സൈഡിലേക്കുള്ള ഓട്ടം കിട്ടാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുമ്പോൾ അത്രയും പ്രശ്നം വരില്ല. കാരണം ഇവർക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഏകദേശം അവിടെ എത്തുമ്പോഴേക്കും അടുത്ത് ഇങ്ങോട്ടുള്ള ഓർഡർ അവർക്ക് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇവർക്ക് അതിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചു പോരാനായിട്ട് പറ്റും. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല. ഇവർ അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് കിട്ടിയതിന് ശേഷം ഇവർക്ക് ഈ ഒരു ഭാഗത്തേക്കുള്ളതിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഡേയ്സ് കൂടുതൽ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേന് ഓൾറെഡി എന്തായാലും വണ്ടിയുടെ EMI അടയ്ക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഡ്രൈവർക്കും ക്ലീനർക്കും ആയിട്ടുള്ള പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ മാക്സിമം വണ്ടി റോഡിൽ ഓടിയാലേ ഉള്ളൂ ഓണറിന് അത്രയും ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഇവർക്ക് കോസ്റ്റ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, ആ രീതിയിലും ഈ ഓണേഴ്സിന് കൂടുതലായിട്ടുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യാണ്ട് ഇവരുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 4 ബിസിനസ്സുകളാണ് ഇവരുടെ കോർ ബിസിനസ് എന്ന് പറയുന്നത്.
ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഫ്യൂവൽ സെൻസറിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞത്, 2-3 ക്വാർട്ടർ ആയിട്ടുള്ളൂ വന്നിട്ട്. 2 ടോളിംഗ് ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞത്. 3 പറഞ്ഞാൽ GPS ട്രാക്കറിൻ്റെ കാര്യം പറഞ്ഞത്. പിന്നെ ഈ ഫ്യൂവൽ കാർഡുകളുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ 4 എണ്ണത്തിൽ നിന്ന് വരുന്നതാണ് ഇവരുടെ കോർ റവന്യൂ എന്ന് പറയുന്നത്. അത് ഏകദേശം 80% ഇവരുടെ റവന്യൂ വരുന്നത് കോർ ബിസിനസ്സിൽ നിന്നാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഗ്രോത്ത് ബിസിനസ്സാണ്. ഗ്രോത്ത് ബിസിനസ് എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന 3 കാര്യങ്ങളാണ്. 1 സൂപ്പർ ലോഡ്, 2 പറഞ്ഞാൽ വെഹിക്കിൾ ഫിനാൻസിംഗ് ഉണ്ട്, 3 പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫൈഡ്സ് ഉണ്ട്. വെഹിക്കിൾ ഫിനാൻസിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള വെഹിക്കിൾസിൻ്റെ യൂസ്ഡ് വെഹിക്കിൾ ഇവിടെ ഇവർക്ക് ആഡ് ചെയ്തിട്ട് ഇവിടെ സെല് ചെയ്യാനായിട്ട് പറ്റും. OLXൽ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓൾറെഡി ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ട്രക്കേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ബിസിനസ് ചെയ്യുന്നവർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇവർ ആടുകൾ കൊടുക്കുമ്പോഴത്തേനും കൂടുതലായിട്ട് സെല് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ സെല് ചെയ്യുന്ന വണ്ടികൾക്ക് ഇവർ ഫിനാൻസും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാങ്കുകളുമായിട്ട് ടൈപ്പിൽ ചേർന്നിട്ട് ഈ പറഞ്ഞ യൂസ്ഡ് വെഹിക്കിൾസിന് ഇവർ ഫിനാൻസും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഇവരുടെ ആപ്പിൽ പരസ്യങ്ങൾ കൊടുക്കാനായിട്ട് പറ്റും. ഫിനാൻസിൻ്റെ ആണെങ്കിലും വണ്ടികളുടെ ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം പരസ്യങ്ങൾ കൊടുക്കാനായിട്ട് പറ്റും. ആ രീതിയിൽ ഇവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ലോഡ് എന്ന് പറയുന്ന ബിസിനസ്സാണ്. സൂപ്പർ ലോഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പോൾ നമ്മൾ റോഡിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും, നോർമൽ ട്രക്കിനെ കഴിഞ്ഞ് വലിയ ട്രക്കുകളിൽ ഈ പറഞ്ഞ വിൻവിൽസിൻ്റെയൊക്കെ ലീഫുകൾ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ മോട്ടർ കൊണ്ടുപോകുന്നു, അതല്ലെങ്കിൽ ഈ എയറോപ്ലെയിൻസിൻ്റെയൊക്കെ എഞ്ചിൻ, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹെവി മെഷീനറീസ്, സ്റ്റീൽ മെറ്റൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ വലിയ ട്രക്കുകളിൽ കൊണ്ടുപോകുന്നുണ്ടാകും. അങ്ങനത്തെ ലോഡുകൾക്ക് പറയുന്ന പേരാണ് സൂപ്പർ ലോഡ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മുടെ നോർമൽ ആയിട്ടുള്ള ട്രക്കിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് തന്നെ അൺഓർഗനൈസ്ഡ് ആണ്. അവിടെ കൃത്യമായിട്ടുള്ള ഒരു പ്ലേയേഴ്സ് ഒന്നുമില്ല. അവിടെ കൃത്യമായിട്ടുള്ള ഓർഗനൈസ്ഡ് പ്ലേയേഴ്സ് ഒന്നുമില്ല. നോർമലി ഓരോ സ്ഥലത്ത് ഓരോ ഏജന്റുമാരൊക്കെ ആയിരിക്കും അത് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ സൂപ്പർ ലോഡിനാണെങ്കിൽ അത്രയും കൂടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന കമ്പനികൾക്ക് അവരുടെ പ്രൊഡക്റ്റുകൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മാനേജ്മെന്റ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ മിനിമം ഒരു 20 ഓണേഴ്സിനെങ്കിലും അല്ലെങ്കിൽ ഏജൻസിനെങ്കിലും കോൺടാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം മാത്രമേ ഉള്ളൂ ഇവർക്ക് നോർമലി ഒരു ട്രക്ക് അവൈലബിൾ ആയിട്ട് കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസിലേക്ക് ഇവർ എൻ്റർ ചെയ്യുമ്പോഴത്തേന് ഇത്രയും വലിയൊരു അൺഓർഗനൈസ്ഡ് സെക്ടർ അവിടെ അവർക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുവാണ്. ഈ ഇവിടെ വരുമ്പോൾ ബിസിനസ്സിനുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ബിസിനസ്സുകളിലെല്ലാം ഇവർ ഈ OLX അല്ലെങ്കിൽ നമ്മുടെ സൊമാറ്റോ ഒക്കെ നിൽക്കുന്ന പോലത്തെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാത്രമാണ് നിൽക്കുന്നത്. അതായത് OLXൽ നമ്മളൊരു സാധനം ലിസ്റ്റ് ചെയ്യുകയും വേറൊരാൾ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ OLX അതിനകത്തൊന്നും ഇൻവോൾവ് ചെയ്യുന്നില്ല. നമ്മളതിനകത്ത് ലിസ്റ്റ് ചെയ്യുന്നു, മേടിക്കേണ്ടവർ വന്ന് മേടിച്ചിട്ട് പോകുന്നു. ആ രീതിയിലാണ് ഇവരുടെ ബാക്കിയുള്ള ബിസിനസ്സുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ സൂപ്പർ ലോണിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അവരങ്ങനെയല്ല ചെയ്യുന്നത്. ഇവിടെ ആ കമ്പനികൾ വന്ന് അവിടെ ലിസ്റ്റ് ചെയ്യും, ഈ ലോറികളെ ഫൈൻഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ അവർ നേരത്തെ ചെയ്യുന്നതുമായിട്ട് വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷേ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കമ്പനി ഈ പറയുന്ന കോർപ്പറേറ്റുകളിൽ നിന്ന് അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ് അവർ ഇവരോട് പറയും. ഇവർ ലോറികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രക്കുകൾ ഫൈൻഡ് ചെയ്യുക, അതല്ലെങ്കിൽ വേണ്ട റൂട്ടുകൾ കൃത്യമായിട്ട് മാപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനത്തെ വെഹിക്കിൾസിൽ ഇത്രയും വലിയ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴത്തേന് NHAയുടെ അതുപോലെ തന്നെ ഒരുപാട് അപ്രൂവൽസും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഈ റൂട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യങ്ങളും അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും എല്ലാം ഇവർ ചെയ്തോളും. അപ്പോൾ അതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതിന് എമൗണ്ട് കൂടുതലാണ്. അതുപോലെ തന്നെ എമൗണ്ട് കൂടുതലായതുകൊണ്ട് തന്നെ അതിന് മാർജിൻസും കൂടുതലാണ്. ആ ബിസിനസ്സിലേക്ക് കൂടുതൽ കിടക്കുമ്പോൾ റവന്യൂ കൂടും. അതേപോലെ തന്നെ അതിനനുസരിച്ച് ഇവരുടെ പ്രോഫിറ്റിലേക്കുള്ള ഗ്രോത്തും കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ അതിൻ്റെ റവന്യൂ കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്. കാരണം അവർ കഴിഞ്ഞ ക്വാർട്ടറിൽ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബിസിനസ് അവർ മാക്സിമം എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാനേജ്മെന്റ് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളതിനകത്ത് ഏകദേശം മിനിമം ഒരു ആവറേജ് ഒരു ഓർഡർ വാല്യൂ എന്ന് പറഞ്ഞാൽ 50,000 വരുന്നത്. പക്ഷേ ഇവരിപ്പോൾ ലോക്കലായിട്ടാണ് ഇപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അത്ര ഓർഡർ വാല്യൂ വരുന്നില്ല. അതിനെ കഴിഞ്ഞ് ഇവരുടെ ഓർഡർ വാല്യൂ കുറച്ച് കുറവാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇനി ഇവർ പാൻ ഇന്ത്യ ലെവലിലേക്ക് വളരുമ്പോഴത്തേന് ആ രീതിയിൽ ഇവർക്കും ആ ഓർഡർ കിട്ടുന്ന വലിയ വലിയ ഓർഡേഴ്സ് കിട്ടാനായിട്ട് തുടങ്ങും. അതുപോലെ കമ്പനിക്ക് ഇപ്പോൾ ഇതിന് 4 ഹബ്ബാണുള്ളൂ ഈ സൂപ്പർ ലോഡിന്. 4 ഹബ്ബ് എന്ന് പറയുമ്പോൾ ഒന്ന് ബാംഗ്ലൂർ, പിന്നെ ഹൈദരാബാദിൽ, മുംബൈയിൽ, ചെന്നൈയിൽ. ഈ ചെന്നൈയിലും മുംബൈയിലുള്ള ചെറിയ ഹബ്ബുകളാണ്. ഹൈദരാബാദും ബാംഗ്ലൂരാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഹബ്ബുകൾ വരുന്നത്. ഈ 4 നിന്നാണ് ഇവരുടെ ബിസിനസ്സുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മാനേജ്മെന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത 6 മാസത്തിൽ ഇവരൊരു 10 ഹബ്ബുകൾ കൂടെ ആഡ് ചെയ്യും. അതായത് ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവരുടെ ടോട്ടൽ ഹബ്ബുകളുടെ എണ്ണം എന്ന് പറയുന്നത് 14 മാറാൻ പോകണം സൂപ്പർ ലോഡിൽ. അപ്പോൾ ആ രീതിയിൽ മാനേജ്മെന്റ് പാൻ ഇന്ത്യ ലെവലിലേക്ക് വളർത്താനും പിന്നെ പോലെ ഈ ഒരു സെക്ടറിൽ ഓർഗനൈസ്ഡ് പ്ലേയേഴ്സ് ഇല്ല, മാർജിൻസ് ഇമ്പ്രൂവ് ആവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിലേക്ക് നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ്സിനെ വളർത്താനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ആ ഒരു സൈഡിലേക്ക്. ഓൾറെഡി ഇവർ അതിലേക്ക് ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ കോർ ബിസിനസ്സിലും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സൂപ്പർ ലോഡ് അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ഗ്രോത്ത് ബിസിനസ്സിലേക്കും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ EBITDA മാർജിൻ സംസാരിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി പറയാം. ഇതാണ് മൊത്തത്തിൽ ഈ കമ്പനിയുടെ ബിസിനസ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു 2 ബിസിനസ് മോഡലാണ്. ഒന്ന് കോറുണ്ട്, 2 ഗ്രോത്ത് ഉണ്ട്. കോറിൽ വരുന്നത് നമ്മൾ ഓൾറെഡി സംസാരിച്ചാണ്. ആദ്യം സംസാരിച്ച 4 എണ്ണമാണ് വരുന്നത്. ഒന്ന് ഫാസ്റ്റാഗിൻ്റെ ടോളിംഗ് ബിസിനസിൻ്റെ കാര്യം പറഞ്ഞു, ഫ്യൂവൽ സെൻസേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ GPS ട്രാക്കിംഗ്, ഫ്യൂവൽ കാർഡുകൾ. ഈ 4 എണ്ണമാണ് കോർ ബിസിനസ്സിൽ വരുന്നത്. അതാണ് 80% റവന്യൂവിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ഗ്രോത്തിൽ പറഞ്ഞാണ് ഈ സൂപ്പർ ലോഡിൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ വെഹിക്കിൾ ഫിനാൻസിൻ്റെ കാര്യം പറഞ്ഞു, ക്ലാസിഫൈഡ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇത്രയാണ് മൊത്തം ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. ഇവരിനകത്ത് പുതിയ പുതിയ ബിസിനസ്സുകൾ കൊണ്ടുവരാനും ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് മുഴുവൻ വർക്ക് ചെയ്യുന്നത് ഇവരുടെ ആപ്പ് ത്രൂ ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേറെ ഒരു തവണ വൺ ടൈം ഇതിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. ഇവർക്ക് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, മിഷനറീസോ ഫാക്ടറീസോ അങ്ങനത്തെ കാര്യങ്ങൾ വേണ്ട, കൂടുതലായിട്ടുള്ള അങ്ങനത്തെ എംപ്ലോയീസിൻ്റെ ആവശ്യം വരുന്നില്ല. ഇവർക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ സ്പെൻഡ് ചെയ്യേണ്ടി വരുള്ളൂ. ഇതൊരു 100 പേര് ഈ ആപ്പ് യൂസ് ചെയ്യുന്നു. അവിടുന്ന് 1000 ആവുന്നു, 10,000 ആവുന്നു, 1 ലക്ഷം ആകുമ്പോഴും ഇവർ കസ്റ്റമർ അക്വിസിഷൻ ഈ രീതിയിൽ കൂടുമ്പോഴത്തേന് ഇവർ എക്സ്പെൻഡിച്ചർ ആ രീതിയിൽ കൂടില്ല. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജ് നല്ല രീതിയിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ്. സൊമാറ്റോയിൽ ഇതേ കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സൊമാറ്റോയുടെ ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോഴത്തേന് ഇവർക്ക് അത്രയും പ്രോഫിറ്റ് വരുന്നില്ലായിട്ട് തോന്നുന്നു സൊമാറ്റോയ്ക്ക്. പക്ഷേ സെയിം ടൈമിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് നോക്കിയാൽ നല്ല രീതിയിൽ കയറി പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. നമുക്കിത് എന്താണെന്ന് മനസ്സിലാവില്ല. അത് സ്റ്റോക്കിൽ അത്രയും പ്രോഫിറ്റ് വരുന്നില്ല. സെയിം ടൈമിൽ അതിൻ്റെ PE ഒക്കെ നിൽക്കുന്നതെന്ന് വെച്ചാൽ 1000-1500 ഒക്കെയാണ് സൊമാറ്റോയുടെ PE നിൽക്കുന്നത്.
നമുക്കത് മെയിനായിട്ട് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ വരും പലർക്കും. അതിൻ്റെ റീസൺ ഇതാണ്. പ്ലാറ്റ്ഫോം ബിസിനസ് ആയതുകൊണ്ട് ഇപ്പോൾ സൊമാറ്റോ നാളെ ആ ബ്ലിങ്കിറ്റിൻ്റെ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ബ്ലിങ്കിറ്റിന് ഈ രീതിയിലേക്ക് അവർ ഗ്രോ ചെയ്യുന്നില്ല, അവരിപ്പോൾ പയ്യെ അതിൻ്റെ ചെറുതായിട്ട് സ്ലോ ഡൗൺ ചെയ്യുകയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അടുത്ത ക്വാർട്ടർ തൊട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് വരാം, ഓപ്പറേറ്റിംഗ് ലിവറേജ് വരാനായിട്ട് വരും. കാരണം അവരുടെ എക്സ്പെൻസ് അതുപോലെ കുറയും. അതിനുശേഷം അവർ കാണാൻ പോകുന്ന ആ രീതിയിലുള്ള ഗ്രോത്ത് ആയിരിക്കും. പക്ഷേ അത് വന്നതിന് ശേഷം അല്ല ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതാണ് നമുക്ക് മനസ്സിലാവാതെ പോകുന്നത്. ഈ ഗ്രോത്ത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട്, ഈ രീതിയിലുള്ള പ്രോഫിറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടാണ് ആളുകൾ ഇന്നേ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മളത് ഗ്രോത്ത് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യും. ആ സമയമാകുമ്പോൾ സ്റ്റോക്ക് ഇതേപോലെ മൂവ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ സൊമാറ്റോയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ബിസിനസ് തന്നെയാണ് ഈ ബ്ലാക്ക് ബക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മൊത്തം ട്രക്ക് ഓണേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5 ട്രക്കിന് താഴെയുള്ള ഓണേഴ്സാണ് 75% ആൾക്കാരും. അപ്പോൾ ഏകദേശം 75% ആളുകളുടെ കയ്യിലും 5 അതിൽ താഴെയോ ട്രക്കുകളാണുള്ളത്. ബാക്കിയുള്ള 25% ആളുകളുടെ കയ്യിലാണ് 5 മുകളിലായിട്ടുള്ള ട്രക്കുകളുള്ളത്. ഈ 5 മുകളിൽ, അതായത് ഈ ആ ഒരു 25% ഉണ്ടല്ലോ, അവർ 5 മുകളിൽ ലോറികളുള്ള അവരുടെ ഏകദേശം ഒരു 6% ഇവർക്ക് കസ്റ്റമേഴ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊത്തം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കണ്ടെയ്നേഴ്സിൻ്റെ അളവ് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ അവരുടെ ഇപ്പോൾ ഉള്ള റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ട്. സോ ഭാവിയിൽ അത് കൂടുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കത് കൃത്യമായിട്ട് അവർ ഡേറ്റ പറയുമ്പോൾ നമുക്കത് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ബിസിനസ് നോക്കുമ്പോഴത്തേക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് ഒരുപാട് എംപ്ലോയീസിൻ്റെ ഒന്നും ആവശ്യം വരില്ല എന്നുള്ള കാര്യം. ഇപ്പോൾ അവർക്ക് ഏകദേശം 10,000-ഓളം ടച്ച് പോയിന്റ്സ് ഉണ്ട്. ടച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് ആണ്. എന്ന് വെച്ചാൽ ഈ ആളുകളെ ഇതിന് ട്രെയിൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ ട്രക്കേഴ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർക്ക് ചിലപ്പോൾ ഒരുപാട് എഡ്യൂക്കേഷൻ ഉണ്ടാവില്ല. പിന്നെ കുറച്ച് വയസ്സ് കൂടിയ ആൾക്കാരായിരിക്കും, ഒരു 45, 50, 55 വയസ്സുള്ളവരായിരിക്കും കൂടുതൽ ആൾക്കാർ. അപ്പോൾ അവരെ ഈ ഒരു രീതിയിൽ ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിസിക്കലായിട്ട് ഒരാൾ തന്നെ ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഒരു രീതിയിലേക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നിരിക്കും. ഓണേഴ്സിനെ ഇത് മനസ്സിലാക്കി കൊടുക്കണം. അതേപോലെ തന്നെ ഈ യൂസ് ചെയ്യുന്ന ഡ്രൈവേഴ്സിനെ ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഏകദേശം 10,000-ന് മുകളിൽ എംപ്ലോയീസ് ഇവർക്ക് ഓൾറെഡി ഉണ്ട്. പിന്നെ ഇന്ത്യയിലെ ഏകദേശം 80%-ഓളം ഡിസ്ട്രിക്റ്റുകളിൽ ഇവർക്ക് പ്രസൻസും ഉണ്ട്. ആ രീതിയിൽ മൊത്തത്തിൽ പാൻ ഇന്ത്യ ലെവലിൽ പെൻട്രേഷൻ ഉള്ള ഒരു കമ്പനി തന്നെയാണ് ബ്ലാക്ക് ബക്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇവരുടെ സെയിൽസിൻ്റെ ഫിഗേഴ്സിലേക്ക് ഇറക്കാം. Q2 റിസൾട്ട് വന്നപ്പം ഇവരുടെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം 60% ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 167 കോടി രൂപയായിരുന്നു. അതേപോലെ പാറ്റ് എന്ന് പറയുന്നത് 29 കോടി രൂപയാണ്. പാറ്റിൻ്റെ ഗ്രോത്ത് ഞാൻ പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ Q2 നോക്കുമ്പോൾ, നമ്മൾ ഇയർ ഓൺ ഇയർ നോക്കുമ്പോഴത്തേന് കഴിഞ്ഞ Q2 ഇവർക്ക് ഏകദേശം 260 കോടിയോളം ലോസ് ആയിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർ കഴിഞ്ഞ നവംബറിലാണ് ഇവർ IPO ചെയ്തത്. ആ ഒരു സമയത്ത് IPOയുടെ രീതിയിലുള്ള എക്സ്പെൻസുകൾ വന്നതും പിന്നെ കുറച്ച് ESOP എക്സ്പെൻസുകളും വന്നിരുന്നു. ഇത് രണ്ടും കൊണ്ടിട്ടാണ്, അത് രണ്ടും വൺ ടൈം എക്സ്പെൻസ് ആണ്. അതുകൊണ്ടാണ് ആ ലോസ് കാണിച്ചിരുന്നത്. അവിടുന്ന് ഈ ഒരു ക്വാർട്ടറിലേക്ക് ഗ്രോത്ത് വന്നപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് പറയുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. പക്ഷേ ഇനിയാണ് നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് ഗ്രോത്ത് വരുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. അതേപോലെ ഈ ക്വാർട്ടറിൽ അവരുടെ EBITDA മാർജിൻസ് നോക്കിയാൽ ഏകദേശം 31.4% ഉണ്ട് EBITDA മാർജിൻസ് എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ Q2 അത് 19.4% ഉള്ളതാണ് 31.4% ആയിട്ട് മാറിയിട്ടുള്ളത്. അത് നല്ല രീതിയിൽ മാർജിൻസ് ഗ്രോ ചെയ്തിട്ടുണ്ട്. പക്ഷേ Q1 നോക്കിയാൽ കഴിഞ്ഞ Q1 Q2 നോക്കിക്കഴിഞ്ഞാൽ അവരുടെ EBITDA മാർജിൻസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, ഒന്ന് ഈ സൂപ്പർ ലോഡിലേക്ക് അവർ കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്, അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവരുടെ കോർ ബിസിനസ്സിൽ ഇവർ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഫണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം. പിന്നെ അവർ വേറെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ എംപ്ലോയീസിനെ കൂട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ സാലറി ഇൻക്രിമെന്റ് വന്നിട്ടുണ്ട്. സോ അതെല്ലാം ഒന്നിച്ച് വന്നുകൊണ്ടാണ് ഈ ഒരു ക്വാർട്ടറിൽ ചെറിയ രീതിയിൽ മാർജിൻസ് കുറഞ്ഞത്. പക്ഷേ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഉള്ള മാർജിൻസ് നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. കാരണം അവർ ഈ രീതിയിൽ ഗ്രോത്തിലേക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വരുന്ന കുറച്ച് ക്വാർട്ടറുകളിൽ ഈ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും ഈ മാർജിൻസ് നിൽക്കാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ ഗ്രോത്ത് 60%, പ്രോഫിറ്റ് ഗ്രോത്ത് നമുക്ക് അടുത്തടുത്ത ക്വാർട്ടറുകളിൽ എങ്ങനെ വരുന്നത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കി എടുക്കാൻ പറ്റും. കാരണം IPO കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കഴിഞ്ഞ Q3 തൊട്ടാണ് IPO കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് വരാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ വോളിയം ഗ്രോത്തും വാല്യൂ ഗ്രോത്തും നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. റവന്യൂ ഗ്രോത്തിന് വേണ്ടിയിട്ട് വോളിയം ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇവരുടെ എത്ര കസ്റ്റമേഴ്സ് ഇവർക്കുണ്ട് എന്നുള്ളതാണ്. മന്ത്ലി ട്രാൻസാക്ടിങ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 8 ലക്ഷത്തോളം ഉണ്ട്. 7,91,000 ഉണ്ട്. അതിൽ ഏകദേശം 13% ഗ്രോത്താണ് അതിൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അതെന്ന് പറഞ്ഞാൽ അവരുടെ വോളിയം ഗ്രോത്താണ്, എത്ര ആൾക്കാരാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ രണ്ടോ അതിലധികം ഇവരുടെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നത്, അതായത് ഇവരുടെ വാല്യൂ ഗ്രോത്ത്, എത്ര എമൗണ്ട് ആണ് അവർ സ്പെൻഡ് ചെയ്യുന്നുള്ളത്, അത് ഗ്രോത്ത് വന്നിരിക്കുന്നത് ഏകദേശം 21% ഗ്രോത്ത് വന്നിട്ടുണ്ട്. രണ്ടോ അതിലധികം പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നവർ, അതെന്ന് പറഞ്ഞാൽ ഏകദേശം 4 ലക്ഷം പേരാണ്. അപ്പോൾ 8 ലക്ഷം കസ്റ്റമേഴ്സ് ഉള്ളതിനകത്ത് 4 ലക്ഷം പേരോളം രണ്ടോ അതിലധികം പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പം അതിൽ 21% ഗ്രോത്ത് ഉണ്ട്. മറ്റേ നമ്പർ ഓഫ് കസ്റ്റമേഴ്സിൽ 13% ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വോളിയം ഗ്രോത്ത് വരുന്നുണ്ട്, വാല്യൂ ഗ്രോത്ത് വരുന്നുണ്ട്. പിന്നെ ഇവരുടെ GTV, ഗ്രോസ് ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 6,800 കോടിയാണ്. 6,800 കോടി വന്നിരിക്കുന്നത് 28% ഗ്രോത്തോട് കൂടിയിട്ടാണ്. ഇവരുടെ GTVയും റവന്യൂ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സൊമാറ്റോയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സൊമാറ്റോയിൽ നമ്മളിപ്പോൾ ഒരു 400 രൂപയുടെ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാൽ ആ 400 രൂപ സൊമാറ്റോയുടെ റവന്യൂ അല്ല, അത് ഇവർ റെസ്റ്റോറൻറ്റിന് കൊടുക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇവരുടെ ഡെലിവറി പാർട്ട്നേഴ്സിന് കൊടുക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടാണ് ഇവർക്ക് റവന്യൂ ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെയാണ് ബ്ലാക്ക് ബക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇവർക്ക് കിട്ടുന്ന, ഇപ്പോൾ സൂപ്പർ ലോഡിൽ കിട്ടുന്ന എമൗണ്ട് ഉണ്ടാവും, ഫാസ്റ്റാഗിൽ വരുന്ന എമൗണ്ട് ഉണ്ടാവും. ഇതെല്ലാം മൊത്തം ഇവരുടെ റവന്യൂ അല്ല, ഇവരുടെ ആപ്പ് ത്രൂ നടക്കുന്ന ട്രാൻസാക്ഷൻ്റെ വോളിയം ആണ്, അല്ലെങ്കിൽ വാല്യൂ ആണത്. അതാണ് GTV എന്ന് പറയുന്നത്. ഇവർക്ക് കൃത്യമായിട്ട് ഇവരുടെ ബിസിനസ്സിലേക്ക് വരുന്ന റവന്യൂ ആണ് റവന്യൂ ഗ്രോത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് അറിയണം. ഇതിലെല്ലാം ഗ്രോത്ത് വരുന്നുണ്ടോ നമ്മൾ നോക്കണം. GTVയിൽ ഗ്രോത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയത്തിലും ഗ്രോത്ത് വരുന്നുണ്ട്, വാല്യൂവിലും ഗ്രോത്ത് വരുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ റവന്യൂവിൽ ആ രീതിയിലുള്ള ഗ്രോത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇവരുടെ മാർജിൻസും കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്.
പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഇവരുടെ 2 ബിസിനസ് മോഡൽ കോറും ഉണ്ട് ഗ്രോത്തും ഉണ്ട്. അതിനകത്ത് കോർ ബിസിനസ് മോഡലിന് അവർക്ക് 37% ഗ്രോത്ത് വന്നേക്കുന്നത്. 80% റവന്യൂ കോർ ബിസിനസ്സിൽ നിന്നാണ്. അതിൽ 37% ഗ്രോത്ത് ഉണ്ട്. ആ കോർ ബിസിനസ്സിൽ തന്നെയുള്ള ഫ്യുവൽ സെൻസേഴ്സ് എന്ന് പറയുന്ന കഴിഞ്ഞ 2-3 ക്വാർട്ടർ ആയിട്ട് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ നമുക്ക് ഇയർ ഓൺ ഇയർ നോക്കാൻ പറ്റില്ല. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിയാൽ ഏകദേശം 55% ഗ്രോത്ത് ഫ്യുവൽ സെൻസേഴ്സിൽ വന്നിട്ടുണ്ട്. നല്ല ഗ്രോത്ത് അതിൽ കിട്ടുന്നുണ്ട്. പിന്നെ അവരുടെ ഗ്രോത്ത് ബിസിനസ് ഹൈ ഗ്രോത്ത് കിട്ടുന്ന ബിസിനസ് അതിൽ 226% ഗ്രോത്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് വരുന്നുണ്ട്. അവരുടെ കോർ ബിസിനസ്സിലും നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ട്. പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റുകളിലൊക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ട് അതിനെല്ലാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മൊത്തം ഈ ബിസിനസ്സിനെ പറ്റി പറയാനായിട്ടുള്ളത്. നമ്മൾ അവരുടെ ബിസിനസ് മോഡൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്ക് റവന്യൂ സോഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 60% ഈ ക്വാർട്ടറിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും 40% മുകളിൽ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. അതേപോലെ Q2 എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര ഏറ്റവും നല്ല ക്വാർട്ടറല്ല അവരുടെ. Q3, Q4 ഒക്കെയാണ് അവർ നല്ല ക്വാർട്ടർ എന്ന് പറഞ്ഞത്. കാരണം മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ Q2 അവർക്ക് അത്ര റവന്യൂ കാര്യങ്ങൾ വരുന്ന ഒരു ക്വാർട്ടറല്ല. അപ്പോൾ അടുത്ത ക്വാർട്ടറൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട് എങ്ങനെയാണ് റവന്യൂ വരുന്നത്. നല്ല ഗ്രോത്ത് വരാൻ സാധ്യതയുള്ള ഒരു കമ്പനി തന്നെയാണ്. നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനിയാണ്. പ്ലാറ്റ്ഫോം ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടാൻ സാധ്യതയാണ്. പക്ഷേ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരെ എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് കമ്പനിയെ ട്രാക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഈ ഒരു നറേറ്റീവ് അല്ലെങ്കിൽ ഈ കഥ കേട്ടിട്ട് ഈ ബിസിനസ് ഇങ്ങനെയൊക്കെയാണെന്ന് കേട്ടിട്ട് നമ്മൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പെർഫോം ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. ഇതൊരു ടേൺ അറൗണ്ട് ബിസിനസ്സും കൂടിയാണ്. അതായത് 2020 ലോസിലേക്ക് പോയ ഒരു കമ്പനി അവിടെ നിന്നുള്ള ആ റവന്യൂ ഒക്കെ കുറഞ്ഞ് വീണ്ടും താഴേക്ക് വന്നിട്ട് വീണ്ടും തിരിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് ആ രീതിയിൽ ഓൾറെഡി ലോസ് ഒക്കെ വന്നിട്ടുള്ളതാണ്. നമ്മളതുകൊണ്ട് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും എന്തുകൊണ്ടും സംഭവിക്കാം. പക്ഷേ നമ്മൾ ട്രാക്ക് ചെയ്ത് കൃത്യമായിട്ട് ബിസിനസ് നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ അതിനെ കഴിഞ്ഞ് നല്ല രീതിയിൽ റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഒരു കമ്പനിയും കൂടിയാണ്. ഇതൊരു ബൈ റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും ഈ വീഡിയോ എടുക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ഇത് എടുക്കുക. അതിനുശേഷം കൃത്യമായിട്ട് കമ്പനിയുടെ അടുത്ത റിസൾട്ടുകളൊക്കെ വരുന്ന സമയത്ത് ട്രാക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.